ഒരു യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണല്ലേ? അതെ, ഞാനൊരു നീണ്ട യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? യാത്ര ഒരു എമർജൻസി, ശോഭ സിറ്റിയിൽ നിന്ന് ഒരു എമർജൻസി യാത്രയായിരുന്നു. അത് കഴിഞ്ഞു. റോഡിന്റെ നിലവാരം, ഞാൻ കേച്ചേരി വരെ പോയുള്ളൂ. കേച്ചേരി വരെ ലൈറ്റ് ഇല്ലെങ്കിൽ, അത് ഒരു മഴ കിട്ടുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ ഗംഭീരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. ആള് ജീവനോടെ തിരിച്ചു വരുമെന്ന് തന്നെ ഒരു പിടുത്തില്ലാത്ത ഒരു റോഡുകളാണ് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ളത്. അതായത് ഇവിടുന്ന് നമ്മളെ പൂങ്കുന്നം തൊട്ട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പണിയാ. അതെ, പണി നടന്നുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് സൊല്യൂഷൻ വേണം. അതെ, റോഡ് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ചെയ്താലാണ് നമുക്ക് യാത്ര തുടരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്തിടുക, എന്നിട്ട് പണി കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. അതായിരിക്കുമല്ലോ ബെറ്റർ. തീർച്ചയായിട്ടും പണി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് കിട്ടിയാൽ മതി. അല്ലാണ്ട് നമ്മുടെ മനുഷ്യന്മാരുടെ ജീവൻ കൊടുത്തുകൊണ്ട് റോഡ് പണി. പക്ഷെ അതിന് പകരമായിട്ട് നൽകുന്ന റോഡ് അതിനനുസരിച്ചിട്ട് ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അത് ഇതുപോലെ ആവണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അത് ശരിയായിരിക്കാം, വലിയ വണ്ടികളൊന്നും പോവില്ല. അപ്പൊ നമുക്ക് ലോഡുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാവുന്ന റോഡുകൾ, തീർച്ചയായിട്ടും ചെറിയ റോഡുകൾ ഇട്ട് കൊടുക്കുക. അതാണ് അതിന്റെ റോഡുകൾ ഇട്ട് കൊടുക്കുക. അല്ലാതെ ജനങ്ങളെ കൊണ്ട് മരണത്തിന്റെ വക്കിൽ കൊണ്ട് എത്തിച്ചിട്ട് അല്ലെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിക്കൊണ്ട് നമുക്ക് റോഡ് നിർമ്മാണം കൊണ്ടുപോയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ബൈ റോഡുകൾ എടുക്കുക. അപ്പൊ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ പല റോഡുകളും നിർമ്മാണം ഒരുമിച്ച് നടത്തിയതുകൊണ്ട് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോവാണ്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ വണ്ടി ഒരു ദിവസം എത്ര പ്രാവശ്യം വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങണമെന്ന് ഞങ്ങൾക്കറിയാം. ഇതൊന്നും ജനങ്ങൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെൻറ്റിന് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി. പണികൾ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ. ഇനി ഒരു കേച്ചേരിക്ക് ഒരു ഓട്ടം വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ കേച്ചേരിയിലേക്ക് ഒരു ഓട്ടം വന്നു കഴിഞ്ഞാൽ നോ പറയും. കാരണം എൻ്റെ അവസ്ഥ, എൻ്റെ വണ്ടി ഇതിപ്പോൾ വന്ന് നിൽക്കണ്. ഇനി ഇവിടുന്നാണ്ട് എൻ്റെ ഷോക്ക് അബ്സർ അടിക്കാണ് കിടന്നിട്ട് അമ്മാരി അടിക്കണേ. ഞാൻ വന്നു ആകെ 10 കിലോമീറ്റർ പോയുള്ളൂ. 10 കിലോമീറ്റർ അങ്ങോട്ടും 10 കിലോമീറ്റർ ഇങ്ങോട്ടും വന്നപ്പോൾ എൻ്റെ വണ്ടിയുടെ ഷോക്ക് അബ്സറിൻ്റെ പണി കഴിഞ്ഞു. മനസ്സിലാവും. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ നമുക്ക് ഇത് സൊല്യൂഷൻ കണ്ടെത്തണം? ഗവൺമെൻറ് തരണ്ടേ? ഇനിയിപ്പോൾ ഞാൻ ഊബർ ഓടുന്ന ഒരാളും കൂടിയാണ്. ഊബർ ഓടുമ്പോൾ എൻ്റെ വണ്ടിയിൽ UK അതേമാതിരി പലയിടങ്ങളിലും വരുന്ന ജനങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ വണ്ടി വിളിച്ച് പോകാറുണ്ട്. ഈ ഊബർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിലുള്ള പബ്ലിക് ഇരുന്നിട്ട് 3 പെൺകുട്ടികൾ എൻ്റെ വണ്ടിയിൽ കയറി, UK-കാരാണ്. ആ പെൺകുട്ടികൾ എൻ്റെ വണ്ടിയിൽ നിന്ന് ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കുമ്പോൾ എന്താ മേഡം നിങ്ങൾ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ഗോഡ്സ് ആൻഡ് കൺട്രി തന്നെയാണോന്ന് ഡൗട്ടാണ് അവർ പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കാണുന്ന റോഡുകളിലൂടെ അവർ ഓടുമ്പോൾ അവർ പറയുന്നത് ഇത് ദൈവത്തിൻ്റെ നാട് തന്നെയാണോ, ഞങ്ങൾക്ക് ഡൗട്ടാണ്. ഇനി ഞങ്ങൾ ഈ റോഡിൽ കൂടെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എംബസിന് വിവരം അറിയിക്കും. എംബസി ഒന്നായിരിക്കും ഞങ്ങളുടെ കേസ് നടത്താം. ഇവിടുത്തെ കോർപ്പറേഷനോ ഇവരൊക്കെ അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഇന്ത്യക്കാർക്ക് പോലും നടക്കാത്ത സൗകര്യം അവർക്കുണ്ട്. എംബസിന് വിളിച്ചു കഴിഞ്ഞാൽ ഇവര് പറയുന്ന റോഡ് നിർമ്മാണത്തിനല്ല പിന്നെ പോണത്. പിന്നെ കോടതിയുടെ മുന്നിൽ പോയി ഇതിനുള്ള നഷ്ടപരിഹാരങ്ങളും ഹോസ്പിറ്റലൈസിന്റെ കംപ്ലീറ്റ് ചെലവുകൾ ആര് കൊടുക്കണം? കൊടുക്കേണ്ടി വരും. നമ്മുടെ ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും. ഒന്നുകിൽ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കോർപ്പറേഷൻ ആരെങ്കിലും ഇത് പേ ചെയ്യേണ്ടി വരും. കാരണം അല്ലാതെ ഒന്നും ഒരു രാഷ്ട്രം സമ്മതിക്കില്ല. നിങ്ങളുണ്ടാക്കുന്ന കുരുത്തക്കേടുകളും നിങ്ങളുണ്ടാക്കുന്ന ഗുലുമാലകൾക്കും മറ്റുള്ള എംബസി രാജ്യങ്ങളൊന്നും സമ്മതിക്കില്ല. അപ്പം നമ്മളെന്ത് ചെയ്യണ്ടേ? നമ്മൾ കൊണ്ടുപോകുന്നവരെ വളരെ സുരക്ഷിതമായിട്ട് കൊണ്ടാക്കിയില്ലെങ്കിൽ ഇതിൻ്റെ പണി ആർക്ക് കിട്ടും? ഗവൺമെൻറ്റിന് കിട്ടും. അപ്പം അത് നമ്മൾ ഒഴിവാക്കുക. മനസ്സിലായോ? നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ പണി നടത്തി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്തിൽ വേറെ രീതിയിൽ വരും. ഇപ്പോൾ വിദേശികൾ വരാൻ തന്നെ മടിക്കണം നാട്ടിലേക്ക്. കാരണം തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ പേടിയാണ്. തൃശ്ശൂര് റോട്ടിൽ കൂടെ പോകാൻ പേടിയാണ് ആളുകൾക്ക്. എവിടെ കുഴി എവിടെയാണ് തെന്നി വീഴ ഒന്നും പറയാൻ പറ്റില്ല. നടക്കാൻ തന്നെ പേടിയാണ്. വണ്ടിയിൽ പോകേണ്ട, നടന്നു പോകാൻ തന്നെ പേടിയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ചേട്ടൻ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ പേടിയുണ്ടോ? എനിക്ക് വിളിച്ചു പറയാനോ സത്യങ്ങൾ വിളിച്ചു പറയാനോ ഒരു പേടിയുമില്ല. പിന്നെ ഉള്ളിലൊരു ഭയമുള്ളത് ഇത് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് അവരെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് അറിയാം. അവരുടെ രീതി എങ്ങനെയാണ്? നല്ലത് പറയുമ്പോൾ നല്ലത് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ കുറച്ച് പേരുണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. നേരെ ഞങ്ങളെ കുറ്റം പറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുന്ന കുറച്ച് ടീമുണ്ട്. അത് എന്തിനു വേണ്ടി? അവരെ ഭാഗം നല്ലതാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. സത്യത്തില് അവർക്കും കൂടി വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ, അവർക്കും കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അവരെ കുടുംബങ്ങളിലോ അവരെ വീടുകളിലോ ആരെങ്കിലും
എന്തെങ്കിലും പറ്റി ഹോസ്പിറ്റലൈസ് വന്നു കഴിഞ്ഞാൽ ഹോട്ടലിൽ വീണ് കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറും. അതായത് ഉള്ളിലുള്ള പേടി എന്ന് പറയുന്നത് ഇവിടുത്തെ വർഗീയ നിലപാടുകൾക്കെതിരെയാണ്. മതമല്ല ഞാൻ പറയുന്നത്, മതമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള വർഗീയതകൾക്കെതിരെയാണ്. എന്തിന് രാഷ്ട്രീയമല്ല. ഇപ്പൊ നമ്മൾ കൂടെ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മുടെ ഭരണപക്ഷം CPM ഭരിക്കുന്നത്. ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഏത് രാഷ്ട്രീയ കക്ഷികളും കൂടെ നിന്ന് ചെയ്യാണ്. ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഇപ്പോൾ ഇതായതും വെള്ളപ്പൊക്കമായാലും എന്തായാലും നമ്മളെല്ലാവരും ഒരുമിച്ചൊന്നും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇവർ വേർതിരിവ് എവിടെയാണ് കാണിക്കുന്നതെന്ന് അറിയും. പല കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ പല രീതിയിലുള്ള വേർതിരിവുകൾ ഇവർ കാണിക്കുന്നുണ്ട്. അത് എന്താണ് അഴിമതി ഇല്ല എന്ന് നമ്മൾ മുഖത്ത് നോക്കി പറഞ്ഞാലും ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം നടക്കുന്നത് ഇത് തന്നെയാണ്. യാഥാർത്ഥ്യത്തിലേ ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നതാണ്, വർഷാവർഷം നമ്മൾ ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനങ്ങള് നമ്മൾ നിരന്തരമായിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് പോലും സോൾവ് ചെയ്യുന്നില്ല. എനിക്കൊരു പോയിന്റ്, ഒരു കോമഡി കാര്യം പറയാണ്ട്. ഞാൻ ഗൾഫില് 8 വർഷം ഉണ്ടായിരുന്നതാണ്. അവിടെ ആ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊന്നും മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെയുള്ള റോഡുകളിലേക്ക് ഈ കനാലിന്റെ ആവശ്യതയെ വന്നിട്ടില്ല. കാരണം അവര് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ അവിടെ ഗംഭീരം മഴയാണ്. അപ്പൊ ഇവര് ആദ്യം ഒരു റോഡ് പണിയുന്നുണ്ടെങ്കിൽ ആദ്യം ചാല് പണിതിട്ട റോഡിനുള്ള സാധ്യതയേ ഉള്ളൂ. നമ്മൾ കാലങ്ങളായിട്ട് മഴ അനുഭവിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ സ്ഥലം മഴകളാണ്, ഇത്രയധികം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. എന്നിട്ട് പോലും നമ്മൾ ചാലിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. നമ്മൾ വെള്ളം കയറി വന്നപ്പോൾ, വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞപ്പോൾ മാത്രമാണ് നമ്മൾ ചാലിനെ കുറിക്കുന്നത്. ഇപ്പം അവിടെ എങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ മഴ പെയ്ത് അവർക്കറിയാം ഇനി റോഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ചാലുണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് റോഡ് ഉണ്ടാക്കല് എന്നാണ് അവിടെയുള്ളവർ ചിന്തിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചാ മറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. അതായത് നമ്മുടെ എറണാകുളം KSRTCയിൽ പോയിട്ടുണ്ടാ, ശുദ്ധവായു ശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ ചെറിയ മഴ പെയ്തിട്ടുള്ളൂ കേട്ടാ, അവിടെ നിറഞ്ഞു വെള്ളം. അതായത് കനാലുകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ വേസ്റ്റ് വാട്ടർ നേരെ ഇങ്ങോട്ട് വന്ന് തള്ളും. എവിടേക്ക്? KSRTCയിൽ വന്ന് തള്ളും. അവിടെ നിൽക്കുന്നവരെല്ലാവരും സുഖിപ്പിച്ചിട്ട് ഈ ശുദ്ധവായു പുറത്തേക്ക് പോവുള്ളൂ. അപ്പൊ ബോധം കെടുന്നവരൊക്കെ അവിടെ ബോധം കെട്ട് വീഴും. അമ്മാരുതാണ് അവിടുത്തെ. അതായത് ഇവിടെ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ റോഡിന്റെ സംവിധാനം, അതായത് നമ്മളിവിടെ ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ ലൈസൻസ് ഇല്ലെങ്കിൽ ഒക്കെ ഫൈൻ ഈടാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള സജ്ജീകരണങ്ങളില്ല, സൗകര്യങ്ങളില്ല. അതായത് ചേട്ടനിപ്പോ സംസാരിക്കുന്നതിന്റെ മെയിൻ ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചേട്ടന് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്, മറ്റുള്ളവർക്കും കൂടി വേണ്ടിയാണ്. ഇപ്പൊ താങ്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? പല ആൾക്കാരും ഒരു മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇത് പറയാൻ തയ്യാറാവാറില്ല. പക്ഷെ താങ്കൾ അത് തയ്യാറാവുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളെന്നുണ്ടെങ്കിലും നമ്മൾ അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും 100% അതിന്റെ ഭാഗമായിട്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. സീരിയസ്ലി നമുക്ക് ഇതിനേക്കാളും വലിയൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതുവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ പറയുന്ന ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ എന്താ പ്രശ്നം? നമ്മൾ തന്നെയാണ് വഞ്ചിതരാകുന്നത്. വോട്ട് ചെയ്ത ആൾക്കാരാണ് നമ്മള്. അപ്പോൾ വോട്ട് ചെയ്യൽ മാത്രമാണ് നമ്മുടെ അവകാശം. ഇതിൽ നമുക്ക് ഫണ്ട് വരുന്നില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു സമീപനമാണ്. ഫണ്ട് നമ്മുടെ വണ്ടികൾ നിരത്തിൽ ഓടുന്നുണ്ടെങ്കിൽ 15 വർഷത്തെ വരെ നമ്മുടെ ടാക്സ് കൈയടക്കി വെച്ചിട്ടാണ് ഗവൺമെന്റ് പറയുന്നത് ഫണ്ട് വരുന്നില്ല. അതായത് 6 കോടി ജനങ്ങളുണ്ട്. 6 കോടി ജനങ്ങൾ, ഇത്രയധികം വണ്ടികൾ പെരുകിയിട്ട് റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റണില്ല. ഇത്രയധികം വണ്ടികൾ വരുന്ന ടാക്സ് ഇവരെന്ത് ചെയ്യും? അതായത് ലാഭം എന്ന് പറയുന്നതേ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഇവരുടെ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ദൂർത്താണ് കാണിക്കുന്നത്. പ്രായോഗികമായിട്ടുള്ള വികസനങ്ങളില്ല. ഞാൻ ഖത്തറിൽ 5 കൊല്ലം താമസിച്ച ആളാണ്. ഖത്തർ ഗവൺമെന്റ് അവിടെ ഇപ്പോൾ ഇത് കഴിഞ്ഞു, വേൾഡ് കപ്പ് കഴിഞ്ഞു. അവരെ കയ്യിലുണ്ടായിരുന്ന ഫണ്ട് മുഴുവൻ എടുത്തു വെച്ചുകൊണ്ട് ഈ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് സകല റോഡുകളും പൊളിച്ച് ഹൈ ലെവലിൽ ഒരു റോഡ് പണിത് കഴിഞ്ഞു. ഈ ഫണ്ട് അവരിൽ ഇത്ര വർഷങ്ങളായിട്ട് അവിടെ സ്വരൂപിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടി മാത്രം എത്ര മില്യൺ ഡോളറുകളാണ് മുടക്കിയെന്നറിയോ ഇതിനു വേണ്ടി പണിയാൻ വേണ്ടി മനസ്സിലായി. അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നു. ഈ ഫണ്ട് എവിടെ പോയി? തീർച്ചയായിട്ടും ഈ ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫണ്ട് ആരോ എവിടേക്കോ മാറ്റിയിട്ടുണ്ട്. അത് എവിടേക്കാന്നുള്ളത് അവന്റെ മെയിൻ നേതാക്കളോടാണ് ചോദിക്കുന്നത്. ഇത് എവിടേക്കാ ഫണ്ട് പോയിട്ടുള്ളത്? അതായത് 6 കോടി ജനങ്ങൾ ഗവൺമെന്റിന്റെ ഉപഭോക്താക്കളാണ്. എന്നിട്ടും ഗവൺമെന്റിന്റെ കയ്യിൽ ഫണ്ടില്ല. അതായത് സക്സസ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് പോലും ഇല്ല. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. വെള്ളത്തിന്റെ കരം വർദ്ധിപ്പിച്ചു,
വൈദ്യുതിയുടെ കാര്യം വർദ്ധിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. KSRTC എല്ലാ അടിക്കുന്ന മദ്യത്തിന്റെ വില വരെ കൂട്ടി, എന്നിട്ടും ലാഭമില്ല. മദ്യം 10 രൂപയുടെ മദ്യം ഉണ്ടാക്കിയിട്ട് അത് കൊടുത്ത് അതിന് ലാഭം ഉണ്ടാക്കാൻ വരെ പറ്റാത്തൊരു ഗവൺമെന്റ് ഇപ്പൊ നമ്മുടെ കയ്യിൽ. തീർച്ചയായിട്ടും അതുപോലും നമുക്ക് നടക്കണില്ല. കാരണം അതിന്ന് പോലും അടിക്കുമാറ്റം നടന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ മദ്യം എന്ന് പറയുന്ന സംഭവം ഇന്നത്തെ അവസ്ഥയിൽ വെള്ളത്തിൽ എന്തോ സംഭവം സംതിങ് ഇട്ടഴിഞ്ഞ സംഭവം മദ്യമായി ഇത്രയുള്ള സംഭവം അത് ഉണ്ടാക്കിയിട്ട് വിറ്റിട്ട് പോലും കാശില്ല. പോട്ടെ, വെള്ളക്കരങ്ങൾ കൂട്ടണം. വെള്ളം എന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് കറങ്ങാം. പല രാജ്യങ്ങളിലും വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുക. ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അത് പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ട് അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ചില രാജ്യങ്ങൾ, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില രാജ്യങ്ങൾ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ചിലയിടത്തൊന്നും അത് അതിന് പൈസ ഈടാക്കില്ല. പക്ഷെ ഗവൺമെന്റിലേക്ക് കറക്റ്റ് നികുതി ജനങ്ങൾ കൊണ്ടടയ്ക്കും. ഇവിടെ അടയ്ക്കാൻ നമുക്ക് തോറ്റു. ഇവർ പറയുന്ന പ്രകാരം നികുതികൾ നമ്മൾ കൈപ്പറ്റി അടച്ചതിന് ശേഷം പിന്നെയും കൂട്ടുമ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ അതിദയനീയമായിട്ട് വീണു പോവാണ്. ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കണ്ടേ? മനസ്സിലായി. ഗവൺമെന്റിനെ മാറ്റിക്കൊണ്ട് ഞാൻ പറയണു ഒരു കാരണവശാലും ഗവൺമെന്റിനെ മാറ്റിക്കൊണ്ട് UDF വന്നാലും LDF വന്നാലും BJP വന്നാലും ഇത് ഏത് ഗവൺമെന്റ് വന്നാലും കണക്ക് തന്നെ. കാരണം ഇവിടെ ഗവൺമെന്റിനെ മാറ്റിക്കൊണ്ട് പുതിയൊരു മൂവ്മെന്റ് ഉണ്ടാവണം. ഇനി ഞാൻ പറഞ്ഞു ഇനി 10 വർഷം ഇവർ തന്നെ ഭരിക്കണം. കാരണം ഇവർക്ക് ഇനി നേരെയാക്കാൻ പറ്റുള്ളൂ. ഇവർ ശരിയാക്കി എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇനി ഇവർ തന്നെ ശരിയാക്കണം ഞാൻ പറയാം. കാരണം 6000 കോടി രൂപ കടമാണ്. ഈ കടം എടുത്തിട്ടുകൊണ്ടാണ് ഇവർ ശരിയാക്കിയത്. അതായത് വെള്ളത്തിന്റെ വില വർദ്ധിക്കുമ്പോൾ, വൈദ്യുതിയുടെ വില വർദ്ധിക്കുമ്പോൾ, അതേപോലെ തന്നെ ഈ പറഞ്ഞ സാധനങ്ങളുടെ ഒക്കെ വില വർദ്ധിക്കുമ്പോൾ ഗവൺമെന്റ് പ്രോപ്പറായിട്ടല്ല റൺ ചെയ്യുന്നത്. ഇതൊന്നും ലാഭകരമായിട്ടില്ല എന്നുള്ളതും ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് നമ്മൾ അടയ്ക്കുന്ന കാശൊക്കെ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം, നമ്മൾ പ്രതികരിക്കണം. നമ്മൾ അടയ്ക്കുന്ന പൈസ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് കൊടുത്ത്. ഇപ്പൊ ഞാൻ പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ സംസാരിക്കുന്നത്, ഈ ഫണ്ട് കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ ഇട്ട് കഴിഞ്ഞാൽ അവര് തരും നമുക്ക്. ഏത് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഈ ഫണ്ട് എവിടെ പോണു? ആ ഫണ്ട് എടുത്ത് പോസ്റ്റ് ഓഫീസിലോ ബാങ്കുകളിലോ എവിടെയും നിക്ഷേപിക്കും. ഗ്യാസിന് വില കൂടുന്നു, എല്ലാത്തിനും വില കൂടുതലാണ്. അപ്പൊ എല്ലാ സംഭവങ്ങളും വില കൂട്ടിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ജനങ്ങളെ എങ്ങനെ വീഴ്ത്താം. വോട്ടിന്റെ സമയമാകുമ്പോൾ മാത്രമാണ് ഇവര് കീശയില് ഒരു 500ന്റെ പടമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങും. 500ന്റെ പടം കണ്ട് ജനങ്ങൾ ആ സമയത്ത് കുറച്ച് പേരെ വോട്ടിടും. കാശ് കൊടുത്തു എന്ന് ഞാൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് അവർക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ കൊടകരയിൽ എത്ര കോടികളാണ് പിടിച്ചത്? ആ ഫണ്ട് എവിടെ പോയി? എല്ലാ ഗവൺമെന്റും ചിന്തിക്കുന്നുണ്ട്, ആ ഫണ്ട് എവിടെ പോയി? കോടികളാണ് കൊടകരയിൽ പിടിച്ചത്. പലയിടത്തും പിടിക്കുന്നുണ്ട്. ഈ ഫണ്ടൊക്കെ എവിടെ പോണു? ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ജനങ്ങൾക്ക് എത്താൻ ഡെവലപ്മെന്റ് ആക്കാൻ എന്തെങ്കിലും ഉപകരിക്കുന്നുണ്ടോ? ഇല്ല. പല മയക്കമരുന്ന് സാധനങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്. ഇത് പിടിച്ച സാധനങ്ങൾ എവിടെ പോണു? പിടിച്ച സാധനങ്ങൾ എവിടെ പോകണമെന്ന് കറക്റ്റായിട്ട് ഗവൺമെന്റിനും അറിയാം, പോലീസിനും അറിയാം. പക്ഷെ ഇതൊന്നും ജനങ്ങൾക്ക് 1 രൂപ കിട്ടുന്ന ഒരു കാര്യങ്ങളല്ല. ജനങ്ങൾ എപ്പോഴും ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ജനങ്ങൾ ഇനി മുന്നോട്ട് പോയി പല കേസുകളും നമ്മൾ പറയും ഡെവലപ്മെന്റ് ആവണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇറക്കിയാലാണ് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. ഗവൺമെന്റ് പൈസ ഇറക്കുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഉപയോഗരൂപമായി. ഞാൻ വേറൊരു കാര്യം കൂടി സത്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കുറുക്കഞ്ചേരി റോഡ് പണി വർഷങ്ങളായി കിടക്കുന്നു ഇല്ലേ? അതെ. ഞാൻ ആ വഴിക്ക് വണ്ടി കൊണ്ടുവരാറുണ്ട്. 1 വർഷത്തിന് മുകളിലായി ഇപ്പോൾ. 1 വർഷം. കഴിഞ്ഞ വർഷം മഴ സമയത്ത് ഞാൻ അതിലെ വണ്ടി ഓടിച്ചു കൊണ്ടുവരുമ്പോൾ അവിടുത്തെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഈ കോൺക്രീറ്റ് കഴിഞ്ഞ ആ റോട്ടിൽ ഇറങ്ങി വരുമ്പോൾ ഗംഭീര മഴ പെയ്തു. കോൺക്രീറ്റ് കഴിഞ്ഞ് മാക്സിമം ഒരു മണിക്കൂറായി ഉണ്ടാവുള്ളൂ. ഗംഭീര മഴ പെയ്തതിന് ശേഷം ഞാൻ ചാലിലേക്ക് നോക്കുമ്പോൾ അതിലിട്ടിരുന്ന സിമെൻറ്റ് കംപ്ലീറ്റ് ഒലിച്ച് ചാലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ റോഡിൻ്റെ ക്വാളിറ്റി എനിക്ക് ഒന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം സിമെൻറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ റോഡ് എത്ര കാലം വരെ നിൽക്കുന്നുള്ളൂ. സിമെൻറ്റ് കാണുന്നുണ്ട്, നമ്മൾ ചാലിൽ കാണുന്നു. ഞാൻ എന്നിട്ട് അവിടെയുള്ള വർക്കേഴ്സിന് ഇതെന്താണ് നമ്മുടെ കാശ്, നമ്മള് പട്ടിണി കിടന്നിട്ട് ഒരു ബിസ്ക്കറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ടാക്സിന്ന് പിടിച്ചിട്ടുള്ള ഇത് സിമെന്റ് ആണ് ഈ ചാലിൽ കിടക്കുന്നത്. അപ്പൊ ജനങ്ങള് ബോധവാന്മാരല്ലാന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഇത്രേ പറയുള്ളൂ. കുറുക്കഞ്ചേരി തൊട്ട് നമ്മള് ഇരിഞ്ഞാലക്കുട വരെ നമ്മൾ റോഡൊക്കെ പടുത്തിട്ടുണ്ട്. ഇവിടെ പണിതുള്ളത് ഞാൻ പറയണ ഈ ഗ്യാരണ്ടി ഞാൻ പറയില്ല. കാരണം കുറുക്കഞ്ചേരിയിൽ നിന്ന് ഇവിടം വരെ ഉള്ളത് ഞാൻ നേരിട്ട് കണ്ടാണ്. അന്ന് മഴ പെയ്തിട്ട് കംപ്ലീറ്റ് സിമെന്റ്
ആ റോഡിന് ഒരു ഗ്യാരണ്ടി ഇല്ലെന്ന് ഞാൻ 100% പറയുന്നു. ഒരു ഗ്യാരണ്ടി ഇല്ല. അത് എപ്പോൾ വേണമെങ്കിൽ ഇളകി കഴിഞ്ഞാൽ ഒരു 10 മെറ്റൽ അവിടെ നിന്ന് ഇളകി കഴിഞ്ഞാൽ ആ റോഡ് മറ്റേ ഈ കിൽക്കാൻ പറ്റിയ മാതിരിയാവും. പടപെടുന്നുണ്ട് കല്ലുകൾ ഇളകി പോയി. കാരണം സിമെന്റ് മുഴുവൻ ഉറക്കാത്ത സിമെന്റ് കംപ്ലീറ്റ് മുഴുവൻ പോയത് ചാലില്ല. ഞാൻ കണ്ടാണ് മനസ്സിലാവട്ടെ. ഫോട്ടോ എടുത്തിട്ടില്ല നമ്മള്. ജനങ്ങളുടെ പണമാണ്. അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ജനങ്ങള് മനസ്സിലാക്കി ചിന്തിച്ച് അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്താൽ ഞാൻ ഇന്ന പാർട്ടിക്ക് ചെയ്യാന്ന് പറയാം. ഞാൻ ഒരു പാർട്ടിയില്ലാത്ത ആളാണ്. പക്ഷെ നിങ്ങൾ ചിന്തിച്ച് ആരാണ് കക്കാതെ. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വതന്ത്രമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക, അല്ലെങ്കിൽ പുതിയൊരു മൂവ്മെന്റ് വരാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഞാൻ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സെൻട്രലിൽ അവരിരുന്നിട്ട് BJP ഇരുന്നിട്ടും കാര്യമില്ല. ഇവിടെ നമുക്കൊരു MLA ഉണ്ട്, അതുകൊണ്ടും കാര്യമില്ല. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് LDF എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടും കാര്യമില്ല. ചോദിക്കട്ടെ, MP മാര് ഇവിടെ 19 പോയിന്റ് കോൺഗ്രസിന്റെ. അവരവിടെ എന്തൊക്കെ കാട്ടി കൂട്ടണ്? അവരിവിടെ വന്നിട്ട് എന്തൊക്കെ കാട്ടി കൂട്ടണ്? അവര് ഈ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ആ പാർട്ടീനും എങ്ങനെ വിശ്വസിക്കും? അത്രയ്ക്ക് തന്നെയുള്ളൂ. നമുക്ക് എന്തായാലും ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കാം. ആ മാറ്റത്തിന് വേണ്ടി തയ്യാറായിട്ട് മീഡിയയിൽ വന്ന് സംസാരിക്കാൻ തയ്യാറായ ചേട്ടാ, അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു.